ഞാൻ വീട്ടിലെത്തി. ചന്ദ്ര ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിക്കാനൊന്നുമില്ല. അവളെവിടെ കൃതി? അവളെ ഞാൻ രാവിലെ തന്നെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി. നന്നായി. അറിയാലോ, അവളുടെയും കൂടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തീരുമാനിച്ചത്. ഇനി നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ അവസാനിക്കണമെന്നില്ല. എങ്ങാനും ബാക്ക് ഫയർ ചെയ്താലോ? ഇത് കേൾക്കുമ്പോൾ ദാസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു വല്ല പിടുത്തുണ്ടോ? ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ചന്ദ്ര ചന്ദ്ര, ഞാൻ വരണോ? വേണ്ട, ദാസ് വന്നു. ഞാൻ വിളിക്കാം. വെക്കില്ലേ, ഞാൻ പറയട്ടെ. ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ലെറ്റ്സ് ഗ്രാബ് ഇറ്റ്. ഓക്കേ? ബൈ, ഞാൻ വിളിക്കാം. എടോ, എത്ര നേരം ഞാൻ തന്നെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ വിളിച്ചു പറഞ്ഞൂടെ? എപ്പോൾ വിളിച്ചാലും എൻഗേജ്. ആരാ തന്നെ വിളിക്കുന്നേ? ഞാനവിടെ കുറേ നേരം കാത്തു നിന്നു. വിളിച്ചപ്പോൾ താനും ബിസി ആയിരുന്നു. അത് ഇറങ്ങാൻ നേരത്ത് ഷൈജു വിളിച്ചു, പിന്നെ നിഹാരിക വിളിച്ചു, തൻ്റെ അമ്മ വിളിച്ചു. അമ്മ എന്നെയും വിളിച്ചിരുന്നു. അറിഞ്ഞല്ലോ. വെക്കേഷൻ ആഘോഷിക്കാൻ പോയ മോളെ ഫോൺ എടുത്ത് സാമ്പാറിലിട്ടുന്നു. ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന് വാശി. തൻ്റെ അല്ലേ മോള്? ഈ തൻ്റെ അല്ലേ മോളെ ആദ്യം ആരാണ് ഫോൺ കളിക്കാൻ പഠിപ്പിച്ചത്? ഓഹോ. എടോ, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാ? വലിയവർക്കും. ഞാനതുകൊണ്ട് കളിക്കുകയല്ല, പണിയാണ് എടുക്കുന്നത്. നിഹാരിക, എടോ, ഞാൻ ആ ബ്ലൂ പ്രിന്റ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? ദാസ്, നമുക്ക് തന്നെ ബൈക്കിലോ റൈഡിന് പോയാലോ? ബൈക്കിലോ? ഈ മഴയത്തോ? മഴ വരാൻ പോകുന്നു. എന്നാൽ നമുക്ക് കാറിലൊരു ഡ്രൈവിന് പോയാലോ? എടോ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. താൻ വന്നേ. ജോലി ഞാനും ചെയ്യുന്നില്ലേ? എന്ത്? 8ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നോ? വീട്ടിൽ വന്ന് കഞ്ഞിയും കറിയും വെക്കുന്നോ? തുണി അലക്കി വെക്കണം. തമിഴം വന്നില്ലെങ്കിൽ തേച്ചു കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. ദാസ്, താൻ പൊക്കോ, ഞാൻ വന്നോളാം. ഹലോ നിഹാരിക, അതെ, എൻ്റെ ടീമിൽ ആണിനും പെണ്ണിനും ഒരേ റെസ്പെക്റ്റാണ്. ഈ പ്രൊജക്റ്റ് താൻ തന്നെ ലീഡ് ചെയ്താൽ മതി. മൺഡേ പ്രോജക്റ്റ് സമ്മറി ആയിട്ട് വരും. ഓക്കെ? ആൻഡ് കോൾ മീ എനി ടൈം. ചന്ദ്ര, മൊത്തം നനഞ്ഞിരിക്കുക. എണീറ്റേ. മഴ എന്ന് പറഞ്ഞ പ്രാന്താണ് പെണ്ണിന്. വല്ലതും പറ്റി പനി പിടിച്ചോ? എന്ത് കേടി? ദാസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പ്ലംബറിന്റെ കാര്യല്ലേ? അത് ഞാൻ വിളിച്ചു, പക്ഷെ അയാളെ കിട്ടുന്നില്ലെന്നേ. പ്ലംബറോ? നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ, ചക്കാന്ന് പറഞ്ഞാൽ ചുക്ക് നേക്കും. ഒരിക്കലും ശരിയാവില്ല. അച്ഛാ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? എപ്പോ നോക്കിയാലും ഒരു പാട്ട്. താനെന്താടോ പറഞ്ഞേ? ആണുങ്ങൾ എങ്ങനെയാന്ന്? നിങ്ങൾ ആണുങ്ങളെ കൊരങ്ങന്മാരെ പോലെ പൂമാല തേടി ഏതറ്റം വരെയും പോവും. പക്ഷെ കെട്ടിക്കഴിഞ്ഞാലോ ഇതേപോലെ വലിച്ചെറിയും. മനസ്സിലായില്ല. ആദ്യമൊക്കെ പ്രേമം എന്ന് പറഞ്ഞ് പുറകെ നടക്കും. പക്ഷെ സ്വന്തമായി ഉറപ്പായുണ്ടല്ലോ, പിന്നെ സ്വഭാവം മാറും. ഓഹോ, അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെയാണാവോ? എന്നാ ഞങ്ങള് പെണ്ണുങ്ങൾ അങ്ങനെയല്ല. ആദ്യമൊന്നും മൈൻഡ് ചെയ്യില്ലായിരിക്കും, പക്ഷെ സ്വന്തമാക്കിയെന്ന് ഉറപ്പായുണ്ടല്ലോ നിങ്ങളെക്കാളും 100 ഇരട്ടി സ്നേഹിക്കും. ഞാനേ തന്നെ വിളിക്കാൻ വന്നപ്പോഴേ ഷൈജു ആയിരുന്നു ഫോണിൽ. അവനെന്താ പറഞ്ഞെന്നറിയാവോ? വൈഫ് ഈസ് ലൈക്ക് എ ബോട്ടിൽ ഓഫ് വൈൻ. മനസ്സിലായില്ല? എടോ, പെണ്ണിന് പ്രായം കൂടുന്തോറും വീര്യം കൂടുമെന്ന്. ആണോ? ചില പ്രാന്തന്മാർക്ക് ചില്ലൂപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന വൈനായിരിക്കും ഭാര്യമാര്. പെണ്ണിന്റെ പ്രായത്തിനും വീര്യത്തിനും ഒരു ബന്ധവുമില്ല. ഒരു വൈനും വൈഫും കമ്പാരിസൺ. താൻ പോടൂ. എടോ, അതിന് താൻ വൈനല്ലല്ലോ, താൻ വിസ്കി അല്ലേ?
ഓരോ സിപ്പിനും ഓരോ കിക്ക്. വിസ്കയോ? ഞാനോ? വിസ്കി ഈസ് റിസ്കി. ഞാനേ വോഡ്ക സൂക്ഷിച്ചില്ല ചങ്ക് കത്തിപ്പോ. എന്താണ് മോളെ, സാരി കൊടുത്ത് കണ്ണൊക്കെ എഴുതി കൃതിയെ വീട്ടിൽ കൊണ്ടാക്കുന്നു. മത്ത് പിടിപ്പിക്കാനുള്ള പരിപാടിയാണോ? മത്ത് പിടിക്കാൻ തോന്നുന്നുണ്ടോ മിസ്റ്റർ ദാസ്? മത്ത് പിടിക്കുന്നില്ല. ഈ സർക്കസ് കഴിയുമ്പോഴേ എനിക്കൊരു കാപ്പിയും പരിപാടി ഉണ്ടായി തരും. പ്ലീസ് 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 പ്ലീസ്. ചന്ദ്ര, നല്ല മഴ, രാത്രി ഒരു ചൂട് സേമിയ ഉപ്പാവ് കിട്ടുമോ? ഹോം മെയ്ഡ്. തനിക്കെന്നെ ശരിക്കും ഇഷ്ടമാണോടോ? എടി നീ പറഞ്ഞോ അവൾ ഓക്കെ? കല്യാണം കഴിഞ്ഞിട്ട് വർഷം എത്രയായി? ഇപ്പൊ എന്താ ഇങ്ങനൊരു സംശയം? 8 വർഷമായി. അതെന്റെ സംശയം. ദാസ് നീങ്ങ. നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. അത്രയ്ക്ക് ഇഷ്ടം പോരെ? അത്രയ്ക്ക് ഇഷ്ടമാണോ? അത്രയ്ക്ക് ഇഷ്ടം. ഏതറ്റം വരെ പോവും? ഏതറ്റം വരെ പോവും. എന്തും ചെയ്യും. എന്തും ചെയ്യും. ഒരാളെ കൊല്ലാവോ? കൊല്ലാനോ? അത് നിനക്ക് ആരോടാടോ ഇത്ര ദേഷ്യം? എന്നോട് തന്നെ. ആ എടുക്കണമ്മ. ഫുഡ് ഉണ്ടാക്കലും തുണിയലക്കലും മാത്രമല്ല, ബാത്റൂമിലെ പൈപ്പ് കേട് വരുമ്പോൾ അത് ശരിയാക്കണം, ഗ്രോസറി മേടിക്കണം, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, പത്രം, പാല്, ലോണ്, ഫോണ്, ഇലക്ട്രിസിറ്റി. എടോ തനിക്കൊരു ബ്രേക്ക് വേണമെങ്കിൽ അത് എടുത്തൂടെ? അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴാണ് തന്നെ തടഞ്ഞിട്ടുള്ളേ? കല്യാണം കഴിഞ്ഞ് തനിക്ക് റിസർച്ചിന് പോകണമെന്ന് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞില്ലേ? ഹംപിയിൽ തനിക്ക് ഗേൾസ് ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഈ ഹെയർ കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. താൻ പറഞ്ഞ ഞാൻ ചെയ്യാതിരിക്കണോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ താനത് ചെയ്യുമോ? ദാസ്, ഈ വീട്ടിലെ എല്ലാമാണ് ഞാൻ. ഡോക്ടർ, വെയിറ്റർ, ക്ലീനർ, പ്ലംബർ, ടീച്ചർ. അവളുടെ സ്കൂൾ, അച്ഛൻ്റെ മരുന്ന്, അമ്മയുടെ BP, തൻ്റെ കാപ്പി. അമ്മയുടെ ചായ വിത്ത് ബിസ്ക്കറ്റ്സ്, അതും ഷുഗർ ഫ്രീ. ചന്ദ്ര, ഇതൊന്നും ജോലിയല്ല, ഇതാണ് ജീവിതം. ഇങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇതാണോ ജീവിതം? ഇതാണ് ജീവിതം. താൻ നോ പറയുമ്പോൾ ഞാൻ അതനുസരിക്കണം. താൻ വേണ്ടാന്ന് പറയുമ്പോൾ ഞാനത് കേൾക്കുന്നതേ ഇറ്റ്സ് ബിക്കോസ് ഐ റെസ്പെക്ട് യു, ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് യു. അല്ലാതെ എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല. ചിലപ്പോൾ തോന്നും തനിക്ക് എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ല. തന്നെ കുറിച്ച് അറിയാൻ എന്താണോ ഉള്ളത്? ദേഷ്യം വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കും, സങ്കടം വന്നാൽ ചോക്ലേറ്റ് കഴിക്കും, സന്തോഷം വരുമ്പോൾ കുക്ക് ചെയ്യും. ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാനറിയാത്ത എന്താണോ തനിക്കുള്ളത്? വാട്ട്സ് മൈ ഫേവറേറ്റ് പൊസിഷൻ? എൻ്റെ ഫേവറേറ്റ് പൊസിഷൻ ഏതാ? പൊസിഷനോ? ഒന്നുമില്ല. പൊസിഷൻ. അവിടെ വെച്ചാ മതി അമ്മ. ഞാനേ ഓടിപ്പോയിട്ട് ഇതൊന്ന് അലക്കിട്ടിട്ട് വരാം. എന്താടി നെറ്റ്ഫ്ലിക്സിൽ വല്ല ഫ്രഞ്ച് പടമുണ്ടോ? പിന്നെന്താ അങ്ങനത്തെ ഒരു ചോദ്യം? സ്വന്തം കേട്ടോ എന്നോട് സെക്സ് പറയാൻ ഞാൻ സിനിമ കാണണോ? ഇല്ല. ആ അച്ഛാ ടാബ്ലറ്റ് ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്നു.
അതൊക്കെ അവള് ചെയ്തോളൂ അച്ഛാ. അല്ലടോ അച്ഛാ കൊട എടുക്കാൻ മറക്കല്ലേ. അവിടെ പോ. പെട്ടെന്ന് കേട്ടപ്പോ എക്സ്പെക്ട് ചെയ്തില്ല. എക്സ്പെക്ട് ചെയ്തില്ലേ? അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? വീട് അല്ല, താനിങ്ങനൊന്നും പറയാറില്ലല്ലോ, അതാ ചോദിച്ചേ. എങ്ങനെ പറയാറില്ലെന്ന്? നേരത്തെ എന്തോ പറഞ്ഞില്ലേ താഴെ വെച്ച്? എന്തു പറയാറില്ലെന്ന് ഓർമ്മയില്ലേ? ഹോ, പണ്ട് ഹോസ്റ്റലിൽ വെച്ച് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാനായിട്ട് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്ത് ഓർമ്മയില്ലേ? പറ. ഹലോ, നീ എവിടെയാ? എന്തെടുക്കുവാ? എന്താ ഇട്ടിരിക്കുന്നേ? ഏതാ കളറ്? പ്ലീസ് 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 പറ. എന്ത് ചെയ്യാനാ ഏറ്റവും ഇഷ്ടം? ഒറ്റയ്ക്കാണോ? വരട്ടെ. എന്തൊക്കെയായിരുന്നു? അപ്പൊ അതൊക്കെ മാഡത്തിന് മിസ് ചെയ്യുന്നുണ്ടല്ലേ? പറഞ്ഞാലേ മനസ്സിലാവൂ. മനസ്സിലായില്ല മാഡം. ഇംഗ്ലീഷ് ടീച്ചറെ പുതിയ സിലബസ് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് രാത്രി ടെസ്റ്റ് പേപ്പർ ഇട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ടാലോ? എങ്കിൽ ഫുൾ ആൻസർ ഞാൻ പറയും. ഉറപ്പാണ്? ഉറപ്പ്. തോറ്റു? എന്തെങ്കിലും ഞാൻ തോറ്റിട്ടുണ്ടോ? ചോദിക്കട്ടെ? ചോദിക്കും. പെട്ടെന്നൊരു ദിവസം ഞാൻ തനിക്ക് പകരം വേറൊരാളെ ചൂസ് ചെയ്താ താൻ എന്ത് ചെയ്യും? അങ്ങനെ വേറെ ആളെ ചൂസ് ചെയ്താ ഇതൊക്കെ ആരും എനിക്ക് തിരിച്ചു തരും? ചോദ്യം ഞാനാ ചോദിച്ചത്. തൻ്റെ അല്ലേ തീരുമാനം, തടുക്കാനൊന്നും പറ്റില്ലല്ലോ. തൻ്റെ ലൈഫ്, തൻ്റെ ചോയ്സ്. ഹലോ, തൻ്റെ വൈഫ് കുറച്ചൊക്കെ പോസസീവ് ആയിക്കൂടെ? ഹലോ, ഈ കാലഘട്ടത്തിൽ പോസസീവ് അല്ലാത്തൊരു ഭർത്താവിനെ കിട്ടാനേ താൻ പുണ്യം ചെയ്യണം. ഭർത്താക്കന്മാർ കുറച്ച് പോസസീവ് ആന്തേ ഭാര്യമാർക്ക് ഇഷ്ടം. എന്നാൽ ഞങ്ങൾക്ക് അത് അത്ര ഇഷ്ടമല്ല. വി നീഡ് ഫ്രീഡം. അപ്പൊ അതെനിക്ക് വേണ്ടേ? എന്ത് ഫ്രീഡം? എടോ, തനിക്കെന്തോടെ ഇവിടെ ഫ്രീഡത്തിന് കുറവ്? എടോ, ഈ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും താനല്ലേ നോക്കുന്നേ? എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ ചോദിക്കാറില്ലല്ലോ. താൻ ചോദിക്കാത്തതേ എന്നോടുള്ള കെയർ കൊണ്ടല്ല, കെയർലെസ്നെസ് കൊണ്ടാ. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഇതൊന്നും തന്നെ ബോധർ ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ തന്നെ ബോധർ ചെയ്യുന്നേ ഇല്ല. ഇതിനപ്പുറം എന്ത് ഫ്രീഡമാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കേണ്ടത്? ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സാധനമാണോ ഫ്രീഡം? അങ്ങനെ എനിക്ക് തരാൻ പറ്റാത്ത എന്ത് ഫ്രീഡമാണ് തന്റെ ലൈഫിലുള്ളത്? സെക്ഷുവൽ ഫ്രീഡം. ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം തരാൻ പറ്റുമോ തനിക്ക്? ചുമ്മാ ഓരോ വട്ട് പറഞ്ഞ ആളെ കൺഫ്യൂസ് ചെയ്യിക്കല്ലേ. എന്തോ എന്റെ മനസ്സിൽ പറഞ്ഞിട്ട് പോ. താനിങ്ങനെ തൊട്ടും തൊടാൻ പറഞ്ഞാൽ എനിക്കെങ്ങനെ മനസ്സിലാവുക? താൻ കാര്യം പറ. പറഞ്ഞാലും മനസ്സിലാവില്ല. പറഞ്ഞാലേ മനസ്സിലാവൂ. എന്താ എന്റെ പ്രശ്നം പറ. കല്യാണം കഴിഞ്ഞ ഒരു 5-6 വർഷം കഴിയുമ്പോഴേ എല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിലും വല്ലാത്തൊരു ഐസൊലേഷനൊക്കെ ഫീൽ ചെയ്യും. ഒരാവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യും, നിങ്ങളോട് ഫൈറ്റ് ചെയ്യും, സൈലൻ്റ് ആവും. പീരിയഡ്സിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളതിനെ തള്ളിക്കളയും. അതൊന്നും മൂഡ് സ്വിങ്സ് അല്ല, ഡിപ്രഷനാണ്. കൂടെ ഉണ്ടായിട്ട് ആരും കൂടെ ഇല്ലാത്തൊരു ഫീലിംഗ്.
ഇതൊക്കെ എന്നോട് പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ദാസ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ പെണ്ണിൻ്റെ ഉള്ളൊരു പെൺകുട്ടിയുണ്ട് ദാസ്. ആരോഗ്യ കെയറും അറ്റൻഷനും പാമ്പറിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ചില സമയം ജീവിതത്തിൽ അങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മളറിയാതെ അയാളെ സ്നേഹിച്ചു പോവും, അല്ലേ? അങ്ങനെ ആരെങ്കിലും നിന്റെ ലൈഫിൽ വന്നോ? പിന്നെന്തിനാ നീ വേറൊരാളെ ചൂസ് ചെയ്യുന്ന കാര്യം പറയുന്നേ? എനിക്ക് അങ്ങനെ ആഗ്രഹിച്ചൂടെ? താനങ്ങനൊന്നും ചെയ്യില്ല, പൊടി. അതിലെന്താ തെറ്റ്? ഞാൻ അറിയാതെ വേറൊരാളായിട്ട് ഇറ്റ്സ് ചീറ്റിംഗ്. അറിയാതെയാണെങ്കിലല്ലേ? അറിഞ്ഞിട്ടാണെങ്കിലോ? വാട്ട് യു മീൻ? അറിഞ്ഞിട്ടെന്ന് പറഞ്ഞ? ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാം നിന്നോട് പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ. ഇതും അങ്ങനെ ആയിരിക്കണം. എന്തായിരിക്കണമെന്ന്? ഒരു ഹിൽ ടോപ്പ്, നല്ല തണുത്ത കാറ്റ്, ഒരു ചെറിയ ടെന്റ്, ഒരു റാന്തൽ. അവിടെ വെച്ച് ഒരു പരിചയമില്ലാത്തൊരാളുടെ കൂടെ സെക്സ് വിത്ത് എ സ്ട്രേഞ്ചർ. Neha, I will call you back. എന്താടി ശ്രേഞ്ചർ, നിനക്ക് ഞാൻ പോരാൻ തോന്നുന്നുണ്ടോ? അച്ഛാ, ചൂടുവെള്ളം കാലായിട്ട് ഒരു 2 മിനിറ്റ്. എന്തിനാ ശ്രേഞ്ചർ, ഞാൻ പോരാൻ തോന്നുന്നുണ്ടോ? ഈ ഗീസർ കേട് വന്നിട്ട് എത്ര നാളെന്ന് അറിയോ? ഞാൻ 10 വട്ടം ആളെ വിളിച്ചു, ഇതുവരെ വന്നിട്ടില്ല. നീ ചോദിച്ചതിന് ഉത്തരം പറ. അത് ഞാനാണോ പറയണ്ടേ? ചന്ദ്ര, ഈ ഓസ്ട്രേലിയൻ പ്രൊജക്ടും ടെൻഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വി വിൽ ഗോ സംവെയർ. നമുക്കൊരു ട്രിപ്പ് പോവാം. നിഹ, അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ. ഇല്ലെങ്കിൽ പോകാൻ പറ. എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എത്ര നേരമായി പറയുന്നു. ദാസ്, താൻ തന്നെ വർക്ക് ചെയ്യും, നമുക്ക് പിന്നെ സംസാരിക്കാം. നിക്ക്, നമുക്കിപ്പോ സംസാരിക്കാം. നിനക്ക് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, ഐ മീൻ ഡെസ്പറേഷൻ ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ ഇത് പണ്ടാരെങ്കിലും ആവട്ടെ, അതുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്തിട്ട് പോ. അത് തീർക്കാൻ വേണ്ട കണ്ട സ്ട്രേഞ്ചേഴ്സുമായിട്ട്. സ്ട്രേഞ്ചർ ആയതാണ് തന്റെ പ്രശ്നം. അതെന്റെ ഫ്രണ്ട് ആണെങ്കിലോ? ഫ്രണ്ടോ? തനിക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേ? ആര്? അന്നോട് നവീനാണോ? അതാരണോ? എടി 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 ഷൈജു, ടെൻഷൻ അടിക്കണ്ട. ഞാൻ ചുമ്മാ എന്റെ ഒരു സ്ട്രേഞ്ചർ ഫാന്റസി പറഞ്ഞതാ. സ്ട്രേഞ്ചർ ഫാന്റസിയാ? ഇതാണോ നിന്റെ സ്ട്രേഞ്ചർ ഫാന്റസി? എടാ, ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാണ്. സൊസൈറ്റി എന്ത് വിചാരിക്കുന്നു നിന്റെ വിചാരം? ഈ സൊസൈറ്റി അറിഞ്ഞിട്ടാണ് നമ്മുടെ രണ്ടുപേരും കാറിലാദ്യമായിട്ട്. എടി, അതൊന്ന് കല്യാണത്തിന് മുന്നല്ലേ? കല്യാണത്തിന് മുന്നാണെങ്കിൽ തെറ്റല്ലേ? എടാ, അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചു. We got married. കല്യാണം കഴിഞ്ഞ് എന്തും ചെയ്യാന്നാണോ? അതന്നെ ഞാൻ ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാന്നാണോ? താൻ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? വാട്ട് ഈസ് മാരേജ്? എന്താ കല്യാണം? മനസ്സിലായില്ല? മനസ്സിലാവില്ല. തനിക്ക് സേമിയ പോവാൻ വേണ്ടേ? ഞാൻ ഉണ്ടാക്കി തരാം. പോ, ഇറങ്ങിപ്പോ. ചന്ദ്ര, കുറച്ച് വെള്ളം കൊണ്ടുവാ. നിക്ക് ചന്ദ്ര, മാരേജ് ഇസ് എ പ്രോമിസ്. അല്ലാതെ സിനിമയിലൊക്കെ പറയും പോലെ എന്ത് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. താനല്ലേ പറഞ്ഞേ എനിക്ക് തോന്നിയ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്ന്? എന്ന് കരുതി തോന്നിയ ദിവസം ചെയ്യാനുള്ള ഫ്രീഡം അല്ല, അല്പമെങ്കിലും മോറൽ റെസ്പോൺസിബിലിറ്റി കാണിക്കും. വളർന്നു വരുന്നൊരു മോളാ നമുക്ക്. അപ്പൊ എന്റെ ഫ്രീഡം? ഫ്രീഡം മണ്ണാൻ കട്ട. ഇതിനൊരു ഫ്രീഡം അല്ല, കഴം. പറയുന്നില്ലേ? ചന്ദ്ര, നീ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിനക്ക് വേറൊരാളുമായിട്ട് ഫിസിക്കൽ ആവണമെന്ന് പറയുമ്പോൾ മറ്റേ കഴിവില്ലായ്മയല്ല സൂചിപ്പിക്കുന്നത്.
അല്ലേ? ആണോ? ആണോന്നോ? കാണണോടി, നിനക്ക് എന്റെ കഴിവാണോടി? കാണണോ? കാണണോ? കഴിവുണ്ടല്ലോ, അതിന് പേര് വേറെയാ, റേപ്പ്. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? എടി, ഇതൊക്കെ നീ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നല്ലോ. അന്ന് അതിനകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു, സ്നേഹം. അതിനൊരു സുഖം ഉണ്ടായിരുന്നു. ഓഹോ, ഇപ്പൊ ഞാൻ തരുന്ന സുഖം പോരെ? കൈമാറ്റം. ഞാൻ തരുന്ന സുഖം പോരെ? ചന്ദ്ര, നീ പറയുന്നതും ചെയ്യുന്നതും കാണിക്കുന്നതും ഒന്നും ശരിയല്ല, ഒന്നും. ഇനി തന്റെ മൊബൈൽ കൃതിയായി കളിക്കാൻ കൊടുക്കരുത്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു പാസ്വേഡ് ഇട്ട് അതിലെ ഫോൾഡേഴ്സൊക്കെ അങ്ങനെ ലോക്ക് ചെയ്തേക്കണം. താൻ പറഞ്ഞ ശരിയാ, അവള് വലുതായി വരാ, വേണ്ടാത്തൊക്കെ ചോദിക്കും. ഇതൊന്നും ശരിയല്ല. എന്ത് ശരിയല്ലെന്ന്? കൃതി എന്ത് കണ്ടു? അതിനുള്ള അത്ര ഫോണിലുണ്ടല്ലോ. Fuck you. കഴിഞ്ഞ ദിവസം അതിന്റെ അർത്ഥം ചോദിച്ചാൽ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എവിടെ നിന്ന് കിട്ടിയ ബാഡ് ലാംഗ്വേജ് ചോദിച്ചപ്പോ അവൾ അച്ഛന്റെ ഫോണിൽ നീട്ടി. എടാ, അവള് കുട്ടിയല്ലേ, നീ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവണേ? ഞാൻ കുട്ടിയല്ല. എടാ, അവക്ക് 6 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവളെല്ലാം മറന്നു നോക്കോളും. എനിക്ക് 28 വയസ്സായി. എടോ, 1 2 4 മെസ്സേജ്, അതിനാണോ? മെസ്സേജസ് മാത്രം. പേടിക്കണ്ട, തന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവളൊന്നും കണ്ടിട്ടില്ല. യു ആർ സേഫ്. ചന്ദ്ര, ഇതൊക്കെ ചുമ്മാ തമാശക്ക്. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. ഷീ ഈസ് ജസ്റ്റ് എ സ്ട്രേഞ്ചർ. സെക്സ് വിത്ത് എ സ്ട്രേഞ്ചർ അല്ലേ? ചന്ദ്ര, നീ ഇങ്ങനെ കുത്തി കുത്തി പറയല്ലേ. എടാ, പുള്ളിക്കാരി മാരീഡ് ആണ്. ഞാൻ ചോദിച്ചോ? എടാ, ഇറ്റ്സ് ജസ്റ്റ് എ വെർച്വൽ റിലേഷൻഷിപ്പ്. എടാ, അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പുള്ളിക്കാരിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, അവർ ഹാപ്പി അല്ല. അപ്പോ തന്റെ വൈഫ് താനുമായിട്ട് ഹാപ്പിയാണോ? എടാ, നിനക്കറിയാൻ പാടില്ലേ എന്റെ ഈ ജോബ് സ്ട്രെസ് കാര്യങ്ങളും, അല്ലാതെ ജസ്റ്റ് വെർച്വൽ ഹാപ്പിനെസ്, അതിനു വേണ്ടിയിട്ടാണ്. മണ്ണാൻ കട്ടയാണ് വെർച്വൽ ഹാപ്പിനെസ്. ഇതിന്റെ പേരതൊന്നുമല്ല, കഴപ്പാണ്, കഴപ്പ്. ചന്ദ്രല്ല, ബേബി. അങ്ങനെയല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നേ? Hey baby, did you reach home? Yes baby. Where's your wifey? She's sleeping baby. Where are you? Are you alone? എന്റെ അടുത്ത് കിടന്നിട്ടല്ലോ താൻ ഇതൊക്കെ അവൾ കഴിച്ചത്. രാത്രി 2 മണിക്ക് ഇതൊക്കെ അവളോട് ചോദിക്കാനായിട്ട് താനാരാ? അവളുടെ അച്ഛനോ? ചന്ദ്ര, നീ ലിമിറ്റ് കിടക്കുന്നു. എന്റെ ലിമിറ്റ് പറയാൻ താനാരാ? ഏതൊരു പെണ്ണിന് വേണ്ടിയാണോ നമ്മൾ? ഏതോ ഒരു പെണ്ണ്. എന്നിട്ട് അവള് തനിക്കാരാൻ ചോദിച്ചപ്പോ താനെന്താ പറഞ്ഞേ? ബേബി, who am I? എനിക്കറിയില്ല. ബേബി, who am I? ചന്ദ്ര, പ്ലീസ്. ബേബി, who am I? സോറി. എനിക്ക് നിന്റെ ശബ്ദത്തിൽ നിന്ന് കേൾക്കണം. പറ. ബേബി, who am I? Who am I? Who am I? Who am I? ഫ്രീഡം. ഫ്രീഡം. അവളാണല്ലേ തന്റെ ഫ്രീഡം. അതെ, ഫ്രീഡം. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞ തനിക്ക് മനസ്സിലാവില്ല. ഇതൊരു എസ്കേപ്പ് ആടും. താൻ തന്റെ എസ്കേപ്പ് തേടി പോകുമ്പോ ഞാനെന്താ വീട്ടിൽ നിന്ന് വട ഉണ്ടാക്കി തരണം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തനിക്ക് എന്തിനാ കുറവാണോ ഞാൻ എവിടെ ഉണ്ടാക്കിയിട്ടില്ലേ? തന്റെ ലൈഫില്, ഈ വീട്ടില്, ആ കിടക്കണ കട്ടില്, എവിടെയാ ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാതെ? പറ. മോളെ, ഇതൊക്കെ ഒരാളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? അങ്ങനെ എന്റെ എല്ലാ ഫാന്റസീസും തന്നോട് പറയാൻ പറ്റുമോ? എനിക്കുണ്ട് ഫാന്റസീസും ഇൻസ്റ്റിങ്സും ഒക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് തന്നോട് പറയാനാ ഇഷ്ടം, അല്ലാതെ ചൂടും ചോറില്ലാതെ ചാറ്റ് റൂമിലല്ല. ചന്ദ്ര, ഞാൻ ക്ഷമ പറഞ്ഞില്ല നിന്നോട്. സോറി മോളെ, പ്ലീസ്. എനിക്ക് പറ്റുന്നില്ലടോ. എടോ, എനിക്ക് നീയാണ് പ്രയോറിറ്റി. എനിക്ക് നമ്മുടെ ഫാമിലിയാണ് പ്രയോറിറ്റി. അല്ലാതെ ഞാൻ വേണേ കാല് പിടിക്കാം. ഞാൻ ഇനി എന്താ പറയണ്ടേ? ഉത്തരം. എന്തുത്തരം? മറ്റൊരു പെണ്ണിന്റെ ചാറ്റ് വിൻഡോ എന്നിറങ്ങി ഓരോ രാത്രി എന്റെ കൂടെ കിടക്കാൻ വരുമ്പോ അവളോടുള്ള ആക്രാന്തം എന്റെ പുറത്ത് കാണിക്കുമ്പോ എനിക്കറിയണം, സത്യത്തിൽ ഫ്രീഡം വേണ്ടത് തനിക്കോ അതോ എനിക്കോ? തനിക്കോ അതോ എനിക്കോ? ഇന്ന് രാത്രി കഴിവ് തെളിയിക്കാൻ അങ്ങോട്ട് വരുമ്പോഴേ ഇതിനുള്ള ഉത്തരം എനിക്ക് വേണം. അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനം അതെന്റെ ഫ്രീഡം ആയിരിക്കും. എന്റെ ഫക്കിംഗ് സെക്ഷുവൽ ഫ്രീഡം. ചന്ദ്ര,
വരുന്നമ്മ. ചന്ദ്ര 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 എന്നിട്ട് വാ, എഴുന്നേക്ക. മഴ കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ് പെണ്ണിന്. വാ, ചുമ്മാ കൊച്ചു പിള്ളയാന്ന് വിചാരം. എത്ര പറഞ്ഞാലും എന്താ നിനക്ക് മനസ്സിലാവില്ലാത്ത? വല്ലോടത്തും പറ്റി പനി പിടിച്ച് കിടന്ന് ആരാണോ നോക്കാനുള്ളത്? ദാസ്, എനിക്കൊരു കാര്യം പറയാണ്ട്. ആ പ്ലംബറിന്റെ കാര്യമല്ലേ? എടോ, ഞാനത് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. അത് താൻ തന്നെ വിളിച്ചാലേ ശരിയാവുള്ളൂ. അച്ഛാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? എപ്പോ നോക്കിയാലും ഒരു പാട്ട്.